എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സൂര്യ നമസ്കാരം ചെയ്യുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും സൂര്യ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യ നമസ്കാരം യോഗ ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൂര്യ നമസ്കാരത്തിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു യോഗ ക്ലാസ്സിനെ കുറിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ആധികാരികമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ബുക്സുകൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ ബുക്കുകളിൽ തിരഞ്ഞാൽ ചിലപ്പോൾ ഈ സൂര്യ നമസ്കാരത്തിനെ കുറിച്ച് കാണാൻ പറ്റിയെന്ന് വരില്ല. അത് പിന്നീട് വ്യായാമത്തിന് വേണ്ടിയിട്ട് അതൊരു കണക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് യോഗാസനങ്ങളെ ആഡ് ചെയ്തിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ആചാര്യന്മാർ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. കൃഷ്ണമാചാര്യ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനറാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുൻപ് സൂര്യ നമസ്കാരത്തിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല. എന്തായാലും സൂര്യ നമസ്കാരത്തിൽ ഒരുപാട് യോഗാസനങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു അഷ്ടാംഗ നമസ്കാരം അടക്കം 8 യോഗാസനങ്ങൾ, 7 യോഗാസനങ്ങളും ഒരു അഷ്ടാംഗ നമസ്കാരം അടക്കം 8 യോഗാസനങ്ങൾ, പിന്നെ ചെയ്യുന്ന 5 എണ്ണം ആവർത്തിച്ചിട്ട് ചെയ്യുന്നതാണ്, ചെയ്ത് തന്നെ വീണ്ടും ചെയ്യുന്നതാണ്. അങ്ങനെ 12 സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂര്യ നമസ്കാരത്തിൻ്റെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അതുകൂടാതെ ശശാങ്കാസനം എന്ന് പറയുന്നൊരു യോഗാസനം കൂടിയും ഉൾപ്പെടുത്തിയിട്ട് 14 സ്റ്റെപ്പിൽ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ട്. അത് അഷ്ടാംഗ നമസ്കാരത്തിൽ നിന്ന് നേരെ ശശാങ്കാസനത്തിലേക്ക് വരുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പർവ്വതാസനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ശശാങ്കാസനം ചെയ്യണം. അങ്ങനെ 14 സ്റ്റെപ്പിൽ ചെയ്യുന്ന ഒരു സൂര്യ നമസ്കാരമുണ്ട്. ഇത് പ്രത്യേകിച്ച് സൂര്യനെ നമസ്കരിക്കുന്നു എന്നുള്ള ഇതൊരു സങ്കല്പം മാത്രമാണ്. സൂര്യനെ നമസ്കരിക്കുന്നത് കൊണ്ട് തന്നെ, ആ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സൂര്യ നമസ്കാരത്തിന് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൽ 12 സ്റ്റെപ്പ് വരുന്നത് 7 യോഗാസനങ്ങൾ, ഒരു അഷ്ടാംഗ നമസ്കാരം, 8 ഭാഗങ്ങൾ താഴെ മുട്ടുന്ന ഒരു അഷ്ടാംഗ നമസ്കാരം അടക്കം വരുന്ന ഒരു 12 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രണാമാസനം വരുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ സങ്കല്പിക്കേണ്ടത് നമുക്ക് പ്രകാശം തരുന്ന സൂര്യനെ തന്നെയാണ്. അത് ആ ഒരു ചൈതന്യത്തിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രകാശമുണ്ട്. അതുപോലെ നമുക്ക് വെളിച്ചം തരുന്ന ആ ചൈതന്യ ശക്തിയെ നമ്മുടെ മനസ്സിൽ കണ്ട് നമസ്കരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഏത് മതത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മതത്തിൽ ഉള്ള ആളുകളുടെ ദൈവത്തിനെ മാത്രം വിശ്വസിക്കുകയുള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തിലുള്ള അവരവരെ ആരാധിക്കുന്ന ഈശ്വരനെ മനസ്സിൽ കണ്ടിട്ട് ഈ യോഗാസനങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിന് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അതിനൊരു മതവും രാഷ്ട്രീയമായിട്ട് വേർതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിൽ 12 സ്റ്റെപ്പുകളിൽ ബ്രീത്തിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് ആ പൊസിഷൻ അവസാനിക്കുമ്പോഴാണ് നമ്മുടെ ശ്വാസം എടുക്കുന്നതായാലും വിടുന്നതായാലും അവസാനിക്കാൻ പാടുള്ളൂ. ശ്വാസവും ആ ശരീരത്തിൻ്റെ ചലനവും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ പൂർണ്ണമായിട്ടും അവനവനിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ആ സമയത്ത് നമ്മളറിയാതെ നമുക്കൊരു ആശ്വാസം കിട്ടും, ഒരു റിലാക്സ് കിട്ടും. അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ള ഒരു വേർതിരിവും കാര്യങ്ങളും ഒരുപാട് സൂര്യ നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല, അതിലൊന്നും യാതൊരുവിധ കഥയില്ല. നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ, ഇപ്പോൾ സൂര്യൻ ഇല്ലാത്ത സമയത്തായാലും നമുക്ക് സാധന ചെയ്യണമെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യാം. നല്ലൊരു വ്യായാമ രീതിയാണ്, സമ്പൂർണ്ണ വ്യായാമ രീതിയാണ്. പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചലനം കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഊർജ്ജസ്വലത ഉണ്ടാവും. ഊർജ്ജസ്വലത കിട്ടുന്നതിന് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഗുണം കിട്ടും. അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നല്ല ബലം കിട്ടും, നല്ല വഴക്കം കിട്ടും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് വഴി തന്നെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഖകരമായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദഹന പ്രവർത്തനങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും.
അപ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ അസ്വസ്ഥതകളൊക്കെ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകും. കാരണം നമ്മുടെ ദഹനമൊക്കെ സുഖമായി നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ പുറമേക്ക് പോകാൻ സഹായിക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടും, മുഖത്തിന് നല്ല ചൈതന്യം ഉണ്ടാവും, തേജസ് ഉണ്ടാവും. അതുപോലെ ശരീരത്തിന് കിട്ടുന്ന സമ്പൂർണ്ണ വ്യായാമ രീതി ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു വിന്യാസ യോഗ എന്ന് പറയും, അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യായാമ രീതി, ഒരു സമ്പൂർണ്ണ വ്യായാമ രീതിയായിട്ട് ആണ് സൂര്യ നമസ്കാരത്തിനെ പറയണത്. എന്നാൽ അത് സ്പിരിച്വലായിട്ട് പറയുമ്പോൾ ആചാര്യന്മാർ ഒരിക്കലും ഇതിനൊരു വ്യായാമമായിട്ടല്ല പറയുന്നത്, അത് ആന്തരികമായിട്ടുള്ളൊരു സാധനയായിട്ടാണ് പറയണത്. അത് നമ്മുടെ ശ്വാസവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമായിട്ടും നിലനിർത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് ആത്മീയമായിട്ട് നമ്മൾ ആത്മീയത നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യ ശക്തിയുമായിട്ടുള്ളൊരു ലയനം ഉണ്ടാവും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് അറിയാൻ പറ്റുമെന്നാണ് പറയണത്. അത് അത്രയും ഡീപ്പായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ആ ഒരു രീതിയിലാണ് ചെയ്യുക. ശരീരബോധം എന്നുള്ളത് മാത്രമല്ല, അവിടെ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യ ശക്തിയെ തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും. ആ സൂര്യ തേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ആത്മചൈതന്യത്തിനെയാണ്. ആ ചൈതന്യത്തിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യത്തിനെ നമുക്ക് അറിയാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാവും എന്നാണ് പറയണത്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് അതിന് ഒരു അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ ബിഗിനേഴ്സ് അങ്ങനെ ഭയങ്കര സ്പിരിച്വലൊക്കെ ആയിട്ട് പറയുമ്പോൾ അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എടുത്താൽ മതി. അതിനപ്പുറത്തോട്ട് മെൻ്റലി പ്ലസ് സ്പിരിച്വലി എന്തെങ്കിലും ഗുണങ്ങൾ ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. എന്നാൽ സ്പിരിച്വൽ ആയിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെയ്യേണ്ട ഒരു രീതിയാണ്, നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശ്രദ്ധ ശരീരചലനത്തിൻ്റെ കൂടെ നിലനിർത്തി ശ്വാസത്തിലേക്ക് കുറച്ച് നേരം ശ്രദ്ധിച്ച് ശ്വാസം സ്വാഭാവികമായിട്ട് ചലനത്തിൻ്റെ കൂടെയാവും. ആ സമയത്ത് ഈ ശരീരചലനവും ശ്വസനവും നടക്കേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തിക്കാൻ വേണ്ട ഒരു ചൈതന്യമുണ്ട്, നമ്മളിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ആ ഒരു ചൈതന്യ ശക്തിയെ നമ്മുടെ ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവവേദ്യമാവും. അപ്പോൾ ആ ചൈതന്യ ശക്തിയെ നിരീക്ഷിച്ചുകൊണ്ട് ആ ചൈതന്യ ശക്തി ചെയ്യുന്നതായിട്ട് ഭാവിച്ചുകൊണ്ടും അത് അനുഭവിക്കുന്ന അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രത്യേക ആത്മീയ അനുഭവം നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ശ്രമിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് മെല്ലെ മെല്ലെ ചെയ്തു വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങളാണത്. അതിനെ സയൻസായിട്ട് ചിലപ്പോൾ റിസർച്ച് ചെയ്ത് വരുമ്പോഴൊന്നും ചിലപ്പോൾ അതൊന്നും ഒരു തമാശയായിട്ടൊക്കെയാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇത് അനുഭവിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട്, ആ ഒരു സുഖം അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് സാധന ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും സൂര്യ നമസ്കാരത്തിൻ്റെയൊക്കെ ഒരു ശക്തി, അത്രയും പവറാണ്. ഇത് തന്നെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഓരോ സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് മുൻപും ഓരോ മന്ത്രങ്ങൾ ചൊല്ലും. അപ്പോൾ അത് ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടും ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നൊരു രീതിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നത് മാത്രമായിട്ട് ചെയ്യാം. മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടൊരു മതവുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രം. മന്ത്രങ്ങൾ മാത്രമായിട്ടുള്ളൊരു സെക്ഷൻ വേറെ നമുക്ക് ചെയ്യാം, ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മന്ത്രങ്ങളുടെ ഒരു സെക്ഷനും കൂടിയും പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്തായിട്ട് പോകും, കുറേ നേരം അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ സൂര്യ നമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമ രീതിയാണെന്ന് ഉള്ളത് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിന്, മനസ്സിനും സർവോപരി ആത്മാവിനും ആത്മീയമായിട്ടുള്ള ഉയർച്ച, ഗുണം എല്ലാം കിട്ടുന്ന ഒരു പരിപൂർണമായിട്ടുള്ളൊരു സാധനാ പദ്ധതിയാണ് സൂര്യ നമസ്കാരം. വേറെ ഒന്നും ചെയ്യാൻ സമയം ഇല്ലാത്തവർക്ക് സൂര്യ നമസ്കാരം മാത്രം ചെയ്താൽ മതി. അത്രമാത്രം ഗുണമുള്ളൊരു വ്യായാമ രീതി ആണ് എന്ന് സാധാരണ രീതിയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിന് മുൻപുള്ള സൂര്യ നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കാണണം.
എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും സുഖവും സംതൃപ്തിയും മനസ്സമാധാനവും ശാന്തിയൊക്കെ സ്വയം അനുഭവിക്കാൻ പറ്റട്ടെ. അതുപോലെ നമുക്ക് താല്പര്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും എത്തട്ടെ, എല്ലാവരും അനുഭവിക്കട്ടെ ഈ സുഖം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.